10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 3 പൊതുഭരണം, ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഈ പാഠഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റാണ്. ഈ പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് പൊതുഭരണം. പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നു പറഞ്ഞത് എൻ. ഗ്ലാഡൻ. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങൾ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹം അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അറിയപ്പെടുന്നത് ശ്രേണീപരമായ സംഘാടനം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടത് അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്. അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? IAS, IPS. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിളാണ്. ഇത് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസിലെ 3 വിഭാഗങ്ങളാണ്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇവയിൽ പെടുന്നത് ഏതെന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്നതാണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. അഖിലേന്ത്യാ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ് നിയമനം വരുന്നത്. കേന്ദ്ര സർവീസിന് എക്സാമ്പിളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. കേന്ദ്ര സർവീസിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമനം. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമനം. കേന്ദ്ര സർവീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിളാണ് IPSഉം IASഉം. അഖിലേന്ത്യാ സർവീസ് സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും നിയമനം നടത്തുമ്പോൾ കേന്ദ്ര സർവീസ് കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമനം നടത്തുന്നത്. അടുത്തത് സംസ്ഥാന സർവീസിന് എക്സാമ്പിളാണ് സെയിൽ ടാക്സ് ഓഫീസർ. സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമനം. അപ്പോൾ 3 തരത്തിലുള്ള സർവീസുകളാണുള്ളത്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നിയമനം നടക്കും. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ള വകുപ്പുകളിൽ ആണ് നിയമനം. സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ നിയമനം നടക്കുന്നു. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്
UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നിലവിലെ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു. UPSC, PSC എന്നിവ ഏതുതരം സ്ഥാപനങ്ങളാണ്? ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നത് ഭരണ നവീകരണം. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. കേരള ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ്. ഗവേണൻസിന് ഉദാഹരണമാണ് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ എന്നിവ. ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. കേരള വിവരാവകാശ കമ്മീഷണർ. ഇപ്പോഴത്തെ കേരള വിവരാവകാശ കമ്മീഷണറാണ് ആർ ഹരിനായർ. കേരളത്തിലെ വിവരാവകാശ കമ്മീഷണറാണ് ആർ ഹരിനായർ. കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷണറാണ് ഹീരലാൽ സമരിയ. കേരളത്തിലെ ആർ ഹരിനായർ, കേന്ദ്രത്തിലെ ഹീരലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 11. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ നിയമത്തിൽ വിവരം നൽകുന്ന ഉദ്യോഗസ്ഥന് മേൽ ഏർപ്പെടുത്താവുന്ന പിഴ എത്ര രൂപയാണ്? ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ഏർപ്പെടുത്താവുന്നതാണ്. പിഴ ഏർപ്പെടുത്താൻ കമ്മീഷന് അധികാരമുണ്ട്. 250 രൂപ. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2012 നവംബർ 1. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. പ്രസിഡന്റ് ലോക്പാൽ അജയ് മണികരോ ഗാൽവിൽക്കർ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. പ്രസിഡന്റ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1964.
സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് ഇപ്പോഴത്തെ സംസ്ഥാന വിജിലൻസ് കമ്മീഷണറാണ് TK വിനോദ് കുമാർ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ആരെയാണ്? സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമുള്ള സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാർ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന നികുതി വ്യവസ്ഥ ഏതാണ്? റൈറ്റ് വാരി വ്യവസ്ഥ. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നത് അറിയപ്പെടുന്നത് മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? ഗ്രാമത്തലവൻ. നീലം കർഷക കലാപം ആരംഭിച്ചത് 1859 കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാൾ. ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസ്, ബിഷ്ണു വിശ്വാസ് എന്നിവർ. മലബാർ കലാപം എന്നായിരുന്നു? 1921. മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത് മലബാർ കലാപം. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായ സാഹചര്യത്തിൽ മലബാർ കലാപത്തെ അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റാണ് കനോലി. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം. സാന്താൾ കലാപം നടന്ന വർഷം 1855. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രവിഭാഗം സാന്താൾമാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധുവും കാനുവും. സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്രകലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്രവിഭാഗമാണ് കുറിച്യർ, കുറുമ്പർ എന്നിവർ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം, ഗാസി കലാപം, മുണ്ട കലാപം, കോൾ കലാപം, ബീൽ കലാപം എന്നിവ. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നു പറഞ്ഞത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം തോട്ട വ്യവസായം.
ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിച്ചാർഡ് സ്ട്രോച്ചി കമ്മീഷൻ. റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ വ്യക്തി ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. കലാപത്തിന് തുടക്കം കുറിച്ചത് ശിപായികൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്, തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമേൽ വെടിയുണ്ട ഉയർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികൻ ആരാണ്? മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ നേതാക്കൾ ആരൊക്കെയാണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാസാഹിബ് താന്തിയ തുപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനിടയായ സംഭവം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1885 മുതൽ 1847 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ. ബോംബെയിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ബംഗാൾ വിഭജനം നടത്തിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിക്കുന്നതിനെതിരെ ആരംഭിച്ച സമരം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ലക്ഷ്യമിട്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് വാലന്റീന ഷിറോൾ. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്
ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ.